2026 കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ, അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടി സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയായിരുന്നു UDFും കോൺഗ്രസും. ആ കോൺഗ്രസിന് ഇടുത്തി പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നുന്ന വിജയത്തിൻ്റെ പുറകെ ഉപതെരഞ്ഞെടുപ്പുകളിലും കരുത്ത് തെളിയിച്ച് പാലക്കാട് നിലനിർത്തുകയും ചേലക്കരയിൽ ഭൂരിപക്ഷം CPMൻ്റെ ഭൂരിപക്ഷം 40,000-ൽ നിന്ന് 10,000-ആക്കി ഒതുക്കി കൊണ്ടുവരികയും ഒക്കെ ചെയ്ത കോൺഗ്രസ് UDF അവരുടെ മേൽ ഇടുത്തി പോലെ വന്ന് വീണ ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ വന്ന് വീണ സംഭവമാണ് അവരുടെ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളും പരാതികളും. അതും നിസാരമല്ല. ലൈംഗിക ആരോപണങ്ങൾ അടക്കമുള്ളവയാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, ചാനൽ ചർച്ചകളിലൂടെ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ് നല്ല വാഗ്ധോരണിയിൽ നന്നായി സംസാരിച്ച് എതിരാളികളെ വട്ടത്തിലാക്കി വീഴ്ത്തി വിജയിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പ്രത്യേകിച്ചും 2021 തെരഞ്ഞെടുപ്പിന് ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം കണ്ടു. ഒരു യുവ നേതാവ്, മികച്ച നേതാവ്, ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെയാണ് കേരളം വിലയിരുത്തിയത്. ആ വിലയിരുത്തൽ അസ്ഥാനത്തായില്ല. പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2024 പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ പോയി മത്സരിച്ച് ജയിച്ച് MP ആയതോടെ ഒഴിവ് വന്ന പാലക്കാട് രാജിവെക്കേണ്ടി വന്നു അദ്ദേഹത്തിന് MLA സ്ഥാനം. അങ്ങനെ രാജിവെച്ച ആ ഒഴിവിലേക്ക് പാലക്കാട്ട് നിന്ന് മത്സരിച്ചത് ഷാഫി പറമ്പിലിൻ്റെ കൂടി അടുത്ത അനുയായിയായ രാഹുൽ മാങ്കൂട്ടമാണ്. ആ രാഹുൽ മാങ്കൂട്ടം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ മികച്ച വിജയം അവിടെ നേടുകയും ചെയ്തു. 18,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത്. പക്ഷേ ഇപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടം തന്നെ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്, UDFിനെയും അതുപോലെ തന്നെ. കാരണം ജീവൻ നഷ്ടപ്പെട്ട് മൃതപ്രായമായ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു LDFും CPMും. ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പാർട്ടി സമാനതകളില്ലാത്ത പരാജയമാണ് സംഭവിച്ചത്. അതിന് CPMും LDFും വലിയ രീതിയിൽ പ്രതിരോധത്തിലായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകിച്ച് ആലത്തൂരിലെ സീറ്റിൽ മാത്രമാണ് CPMന് വിജയിക്കാൻ സാധിച്ചത്. തൃശ്ശൂരിൽ BJPയുടെ സുരേഷ് ഗോപി ജയിക്കുകയും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും അടക്കം, തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അടക്കം മികച്ച പ്രകടനം BJP കാഴ്ചവെക്കുകയും ചെയ്തു. ഏതാണ്ട് തിരുവനന്തപുരത്ത് വിജയത്തിനോട് അടുത്ത് തന്നെ എത്തി. ആറ്റിങ്ങലും അതുപോലെ വലിയ വെല്ലുവിളിയാണ് V മുരളീധരൻ അവിടെ ഉയർത്തിയത്. അതുപോലെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ LDF സ്ഥാനാർത്ഥിക്ക് വരുത്തിവെച്ച പരുക്ക് മാരകമാണ്. അത് കാലങ്ങളോളം CPMനെ ആലപ്പുഴയിൽ വേട്ടയാടുമെന്ന് തീർച്ചയാണ്. അങ്ങനെ എല്ലാ തരത്തിലും പ്രതിരോധത്തിലായ ഒരു പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു CPMനെയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട്, അല്ലെങ്കിൽ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടേക്ക് ആ CPMനും LDFിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ജീവവായു നൽകിക്കൊണ്ട് പ്രാണൻ തിരിച്ചു നൽകിക്കൊണ്ട് അവതരിച്ചത് മറ്റാരുമല്ല, ഈ കോൺഗ്രസിലെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടമാണ്. അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരാതികളും, അദ്ദേഹത്തിൻ്റെതായ മൊബൈൽ വാട്സാപ്പ് ചാറ്റുകൾ, പുറത്തു വന്ന വാട്സാപ്പ് ചാറ്റുകളും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഒക്കെ ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം മുന്നിൽ കണ്ട് കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം സമ്മാനിക്കാൻ കഴിയുന്നതല്ല, അതിനുള്ള പ്രാപ്തി അവയ്ക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിസ്സഹായരായി പരിപൂർണമായിട്ടും പരാജയം രുചിക്കേണ്ടി വരും, പരാജയത്തിൻ്റെ കയ്പിനീർ കുടിക്കേണ്ടി വരും എന്ന നിരാശയിൽ
നിസ്സഹായരായി പോർത്തട്ടിൽ നിന്ന LDFനും CPMനും ഇപ്പോഴിതാ വർദ്ധിത വീര്യത്തോടെ ഉണർന്നെണീക്കാനുള്ള ആയുധം കോൺഗ്രസിന്റെ യുവ നേതാവ് നൽകിയിരിക്കുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയാകുമെന്ന് തീർച്ചയാണ്. കാരണം ഇന്ന് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, കേരളം പോലെ അതീവ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്ത് ഇതെല്ലാം ചർച്ച ചെയ്യിക്കാനുള്ള കരുത്ത് അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തേടും എന്ന് തീർച്ചയാണ്. നമുക്കറിയാം, കേരളത്തിലടക്കം കോൺഗ്രസിന് സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. പൊതുവെ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് നേതാക്കളുള്ള പാർട്ടി, അണികളില്ലാത്ത പാർട്ടി എന്നാണ്. ഇപ്പോൾ അതിന് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് അതിന് വലിയ മാറ്റമുണ്ടായി. പ്രത്യേകിച്ചും സുധാകരൻ KPCC പ്രസിഡന്റായി വന്നതിന് ശേഷം നമ്മൾ കണ്ടു, തെരുവോരങ്ങളിൽ കോൺഗ്രസിൻ്റെ ശക്തി പ്രകടനം, പ്രതിഷേധം, പോലീസിനെ നേരിടുന്നത്, സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെതിരെ ശക്തമായ സമരപ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ചെറുപ്പക്കാരടക്കം കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഇറങ്ങുന്നത്, കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. അതിന് കോൺഗ്രസ് നന്ദി പറയേണ്ടത് സുധാകരനോടും VD സതീശനോടും തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോയ കോൺഗ്രസിന് വലിയ രീതിയിൽ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സാധിച്ചു. സർക്കാർ പലപ്പോഴും ഈ പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ ആയുധം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒന്നാം പിണറായി സർക്കാരിനെ പോലെയല്ല, രണ്ടാം പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ ജനവികാരം ഉയരുന്നത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 4 വർഷത്തിനിടയ്ക്ക് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 6-7 മാസങ്ങളെ ബാക്കിയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ 4 വർഷത്തിനിടയ്ക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് മിന്നുന്ന ജയം കരസ്ഥമാക്കി. അത് പുതുപ്പള്ളിയിലായാലും തൃക്കാക്കരയിലായാലും പാലക്കാടായാലും ശരി, കോൺഗ്രസ്സിന് നേട്ടങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അതേസമയം ചേലക്കരയിൽ മത്സരിച്ച CPMന് അവിടെ കഷ്ടിച്ച് തങ്ങളുടെ വിജയം, ആ സീറ്റ് നിലനിർത്താനായി എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. പക്ഷേ അവിടെ പോലും കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഈ സർക്കാരിനെ, ഈ CPMനെ വരിഞ്ഞു കെട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുമാത്രമല്ല, BJP അതിശക്തമായ ഒരു മുന്നേറ്റം അവിടെ നടത്തുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ കഴിഞ്ഞ 10 വർഷം നമ്മൾ കേരളത്തിൽ കണ്ട കാഴ്ച 2016 മുതൽ അല്ലെങ്കിൽ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ BJP വോട്ട് പിടിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന സ്ഥലത്തൊക്കെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. പല സ്ഥലങ്ങളിലും കോൺഗ്രസ് നിസാര വോട്ടിന് തോറ്റതുപോലും BJPയുടെ മുന്നേറ്റം കൊണ്ടാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ 9-ലധികം വർഷമായിട്ട്, ഏതാണ്ട് 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2015-ലെയും 20-ലെയും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായെങ്കിൽ അത് തീർച്ചയായിട്ടും BJPയുടെ മുന്നേറ്റം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. ഇങ്ങനെയൊക്കെ വളരെ മോശപ്പെട്ട് നിന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് കോൺഗ്രസിനെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരടക്കമുള്ളവർ ചേർന്ന് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നത്. കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിരോധം ഉയർത്തി BJPയെ ചെറുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇടതുപക്ഷവും CPMും കുശാഗ്രബുദ്ധിയോടുകൂടി അവർ ഒരവസരത്തിനായി കാത്തിരുന്നത് പോലെയാണ്. ആ കുശാഗ്രബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ ഉയർത്തിക്കാണിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്ന് തീർച്ചയാണ്. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ കേരള രാഷ്ട്രീയം ഒരുപക്ഷെ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന അറസ്റ്റിലായി, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ശിവശങ്കർ അറസ്റ്റിലായി, അന്നൊക്കെ ഉണ്ടായതിനേക്കാൾ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സോളാർ ആരോപണങ്ങൾ ഒരു യുവതിയുമായി ബന്ധപ്പെട്ട് ഉയരുകയും അതിനെ ചൊല്ലി വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വീണ്ടും ഒരു എന്താ പറയുക, ഒരു
രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് LDFും CPMും തന്നെയാണ് എന്ന് വ്യക്തമാണ്.